ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്വർഗം തന്നെ തന്നെ ദാനമായി നൽകിയ വലിയ നോമ്പിൻ്റെ ഓർമ്മയെ ആചരിക്കുന്ന ഈ നാളുകളിൽ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. വിശുദ്ധിയുടെ വിളനിലങ്ങളായി മാറുവാൻ നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുന്നതിന് നമുക്ക് സാധിക്കണം. ശൂന്യതയുടെ ഇടങ്ങളിൽ കുരിശിൻ്റെ ശോഭ പരത്തുന്നവരാകുവാൻ വലിയ നോമ്പ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. നമ്മുടെ പാപങ്ങളെ മാറ്റി അശുദ്ധതയെ വെടിഞ്ഞ് വിശുദ്ധിയെ ചേർക്കുന്നവരാകുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുവചന ധ്യാനത്തിനായി അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 9 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. റോമിലുള്ള സഭയെ സന്ദർശിക്കുന്നതിൻ്റെ മുന്നോടിയായി പൗലോസ് റോമാവിശ്വാസികൾക്ക് എഴുതിയതാണ് റോമാലേഖനം. രക്ഷയുടെ ആവശ്യകതയെക്കുറിച്ചും ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയെക്കുറിച്ചും 3-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നു. നാം എല്ലാവരും പാപികളാണെന്ന് പൗലോസ് ധൈര്യത്തോടെ പ്രഖ്യാപിക്കുകയാണ്. പാപം ചെയ്തുപോയി എന്ന് സമ്മതിക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടുള്ളവരാണ് നമ്മളിൽ പലരും. ഈ അവസരത്തിൽ പൗലോസ് നമ്മോട് പറയുകയാണ്, ആദ്യമായി സത്യസന്ധരായിരുന്ന ഭൂതകാല ലംഘനങ്ങളെ പുനർപരിശോധിക്കുക. പാപം കൊണ്ട് മലിനമാക്കപ്പെട്ട ഈ ലോകത്തിൽ സത്യസന്ധരായിരിക്കുക എന്നത് ഏറെ ശ്രമകരമായ കാര്യമാണ്. എന്നാൽ ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചത് നമ്മെ വീണ്ടെടുപ്പാനും രക്ഷയുടെ മനോഹരമായ അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നതിനും വേണ്ടിയാണ്. പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടക്കണമെങ്കിൽ നമ്മുടെ മുൻകാല ലംഘനങ്ങളെയും തെറ്റുകളെയും പുനർപരിശോധിച്ച് അവയിൽ മാറ്റം വരുത്തുവാൻ നമുക്ക് സാധിക്കണം. ദൈവം തൻ്റെ ദൗത്യം നിറവേറ്റിയത് പുത്രനെ ലോകത്തിലേക്ക് അയച്ചതിൽ കൂടെയാണ്. പുത്രൻ തൻ്റെ ദൗത്യം നിറവേറ്റിയത് കുരിശിൻ്റെ വഴിയിൽ രക്ഷയുടെ വീണ്ടെടുപ്പ് മനുഷ്യന് നൽകിക്കൊണ്ടാണ്. മാനവരാശിയുടെ ദൗത്യം സത്യസന്ധരായിരുന്ന ദൈവത്തോട് വാക്കിലും പ്രവൃത്തിയിലും നീതിയുള്ളവരാകുക എന്നതാണ്. അതിന് ഈ വലിയ നോമ്പ് നമ്മെ വിളിക്കുകയാണ്. രണ്ടാമതായി, പാപത്തിനെതിരെ ശബ്ദിക്കുന്ന നീതിബോധമുള്ളവരാകുക. നമ്മുടെ പാപത്തിന് പ്രായശ്ചിത്തമായാണ് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. 25-ാം വാക്യത്തിൽ പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. പാപത്തെ വെടിഞ്ഞ് വിശ്വാസികളായിരിക്കുന്നത് മാത്രമല്ല, പാപത്തിനെതിരെ ശബ്ദിക്കുന്നവരാകുവാനും നമുക്ക് കഴിയണം. ശൂന്യതയിൽ നിന്നും വെളിച്ചത്തെ നിർമ്മിച്ചവനായ ദൈവം പ്രവൃത്തി കൊണ്ടും നീതിബോധം കൊണ്ടും ശൂന്യരായവർക്ക് സ്വന്തം പുത്രനെ വീണ്ടെടുപ്പിനായി നൽകുകയാണ്. വിശ്വാസം കൊണ്ടും നീതിബോധം കൊണ്ടും ദൈവം തന്ന ഇമ്മാനുവേൽ എന്ന സമ്മാനം സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. ക്രിസ്തുവിൽ കൂടെ രക്ഷയുടെ അനുഭവം നമുക്ക് സാധ്യമായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗപിതാവേ, വീണ്ടും ഒരു വലിയ നോമ്പിൻ്റെ അനുഭവത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. ദൈവമേ, പാപത്തിനെതിരെ ശബ്ദിക്കുന്ന നീതിബോധമുള്ളവരാകുവാൻ ദൈവമേ ഞങ്ങളെ എടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സത്യസന്ധരായിരിക്കാനും ഭൂതകാല ലംഘനങ്ങളെ പുനർപരിശോധിക്കുവാനും ദൈവമേ ഈ നോമ്പിൻ്റെ അവസരത്തിൽ കൂടെ ഞങ്ങൾക്ക് സാധ്യമാകണമേ. ദൈവമേ, നിൻ്റെ മക്കളായിരിക്കാനും നിന്നെ അനുസരിപ്പാനും നീതിയോടുകൂടെ പ്രവർത്തിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.